അദ്ദേഹത്തിനും ആ ഹോൾ ടീമിനും എല്ലാവിധ ആശംസകളും. സിനിമ കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി ഒന്ന് കാണണം. A സർട്ടിഫിക്കറ്റ് ആണ് മൂവിക്കുള്ളത്. അപ്പോൾ ഫാമിലി ഓഡിയൻസിനേക്കാൾ എനിക്ക് തോന്നുന്നു യൂത്തിനും തന്നെ ആയിരിക്കും കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ കഴിയുന്നത്. ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ കുറേ സമയം നിങ്ങൾക്ക് ചിരിച്ച് സുഹൃത്തുക്കളോടൊപ്പം അടിച്ചു പൊളിക്കാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ്. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ മലയാളത്തിൽ അധികം വരുന്നില്ല എന്ന് പറയുന്ന ഒരു സമയത്താണ് ഈ ഒരു സിനിമ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റി ഉള്ളൊരു സിനിമ തന്നെയാണ്. അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന താരങ്ങൾ തന്നെയാണ് സിനിമയിൽ. അവർ ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടും ഒതൻറ്റിക് ആയിട്ടും തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇനി ഇതുപോലത്തെ സിനിമകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഫ്യൂച്ചർ? തീർച്ചയായിട്ടും വ്യത്യസ്തമായ സിനിമകൾ വരണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അങ്ങനെ ഒത്തിരി എന്താ പറയുക എക്സ്പീരിമെൻ്റൽ മൂവീസ് വരുന്നുണ്ട്. ഞങ്ങളും ഒരു റേച്ചൽ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ റിലീസ് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒന്ന് താഴത്തേക്ക് എടാ ഒന്ന് അങ്ങോട്ട് ചെല്ല്, വരില്ല ബാക്കിയുള്ളവരെയും കൂടെ എടുക്ക്. അതായിരുന്നു അതിൻ്റെ അടുത്ത് വേറൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ആ ഹ്യൂമർ കണ്ടന്റ് ആണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ബേസിക് ആയിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ ഔട്ട് ആൻഡ് ഔട്ട് അഡൾട്ട് കോമഡിയാണ്. ജനറലൈസ് ചെയ്യാന്നുള്ളത് പറയില്ല. പോലീസ് സ്റ്റേഷനിൽ ജനറലൈസ് ചെയ്യാൻ നമ്മളൊരു അതൊക്കെ ചോദിച്ചില്ലല്ലോ. ഈ പോലീസ് സ്റ്റേഷനിൽ അന്ന് നടക്കുന്ന കഥകൾ പോലെ ഒരു സ്പാൻ നടക്കുന്ന പറ്റുള്ളൂ. ആക്ഷൻ ഹീറോ ബിജു ഇറങ്ങിയപ്പോൾ ഈ ചോദ്യം വന്നില്ല. ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ ജനറലൈസ് ചെയ്യണമെന്ന് ചോദിച്ചില്ല. ഐ സോ ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓരോ സിനിമയും ഇത് ഒരു സ്പാനെ കുറിച്ചുള്ള ഒരു സിനിമയുടെ കഥ. ഓക്കെ, റിസപ്ഷനിസ്റ്റ് പടം മൊത്തം പോകുന്നതിന്റെ പില്ലം സ്വീറ്റി. സോ ഭുജിത റിലീസ് ചെയ്ത ഇപ്പം മുതൽ വിളിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. ട്രാവലിംഗ്. സോ ഐം ഹാപ്പി ഭുജിത ഈസ് ബാക്ക് ഇൻ ഫിലിംസ്. അതൊരു എബ്രിഡ് ഷൈൻ ഫിലിമിൽ നിന്ന് തിരിച്ചെത്തി എന്നുള്ളത് ഐ എം വെരി ഹാപ്പി. സിനിമയൊന്നും ഇനിയിപ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ദുബായിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ ദുബായിൽ നിൽക്കാൻ സമയമില്ല ഉണ്ടല്ലേ. ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഫുൾ ടൈം കേരളത്തിലാണ്. ഒരു പ്രത്യേക ചെയ്തതാണ് അല്ലേ. 3 സിനിമയോട് ഇനി 2 സിനിമയോട് ഇനി വരാണ്ട് മിടുക്കി. സോ ഭുജിതയ്ക്ക് അങ്ങനെയാണ്. ഇനി എനിക്ക് വേണ്ടത് എബ്രിഡ് ഷൈൻ വുഡ് കോൾ യു അഗെയിൻ. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഇനി വരാൻ പോകുന്ന അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ ഉണ്ടാവട്ടെ. സോ ഗുഡ് ജോബ്. പിന്നെ അടുത്തിരുന്ന് കാണാൻ പറ്റി. കോമഡി നല്ല പടാന്ന് ഇല്ല, ഭുജിത ഒരു ഹിന്റ് തന്നിരുന്നു. ഭുജിത ഫസ്റ്റ് ഡേ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഭുജിതയ്ക്ക് അതിനെക്കുറിച്ച് തോന്നിയ ഒരു ഐഡിയ തന്നിരുന്നു. ഇതാണ് അഡൽട്ട് കണ്ടന്റ് നല്ല ഉള്ളൊരു സിനിമയാണ്, അല്ലെങ്കിൽ അഡൽട്ട് കോമഡി ഒരുപാടുള്ളൊരു സിനിമയാണ് എന്നുള്ള രീതിയിലാണ് നമുക്കൊരു ഐഡിയ തന്നത്. സോ സ്പാ ഫിലിമിൽ അഡൽട്ട് കണ്ടന്റിനാണ് കിട്ടിയത് എന്നുള്ളത്. പക്ഷേ ദിസ് ഇസ് മോർ ഓഫ് അഡൽട്ട് കോമഡി, അല്ലെങ്കിൽ അല്ലാതെ അഡൽട്ട് വിഷ്വൽസ് അല്ല. അതിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഡബിൾ മീനിങ് തമാശകളുടെ ഒരു എക്സ്ട്രീം ഫോം പക്ഷേ അതിനൊരു വേറെ എനിക്ക് അബ്രിഡ് ഷൈൻ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ സംഭവമല്ല. കുറച്ച് അതിനൊരു ഡെപ്ത് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സാധനം, ഒരു റിഫൈൻഡ് അഡൽട്ട്. എന്തെങ്കിലും പ്രതീക്ഷയാണോ വന്നത്? സിനിമ പ്രതീക്ഷ വന്നത് ഭയങ്കര രസമായിട്ടുണ്ട്. തമാശയാണ്. നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു ബ്രേവ് അറ്റംപ്റ്റ് ആണ്. അപ്പൊ എല്ലാവിധ ആശംസകളും ടീമിന്. ഞാൻ ആയുർവേദ മസാജ് അതിൽ പോയതായിട്ട് അങ്ങനെ ഓരോ ഓർമ്മയില്ല. എന്തായാലും ക്രോസ് ഓവർ സ്പാന് പോയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് തന്നെ. സോ എനിക്ക് ഫീൽ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് സ്പേസ്. ഇപ്പൊ അദ്ദേഹം കൂടെ നിൽക്കുന്നതുകൊണ്ട് അടുത്ത് തന്നെ പറയാം. ലൈക്ക് ആക്ഷൻ ഹീറോ ബിജു ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് വളരെ പച്ചയായി കാണിച്ചതെങ്കിൽ ലൈക്ക് ദിസ് ഇസ് ലൈക്ക് ഒരു പ്രത്യേക സ്പായിൽ നടക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ ഒരു എന്റർടൈനിങ് സ്പേസിൽ കാണിച്ചു തന്നു. ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടാണ് ഇത് പോയിരിക്കുന്നത്. ഓരോ ഇതിലേക്ക് കയറി വെർഷനിലൂടെ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ അതായിരുന്നു എനിക്ക് ആസ് ആൻ ആക്ടർ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോഴും ഇനി വാട്ട് ഇസ് ദെയർ ക്യാരക്ടർ ഗ്രാഫ് എന്നുള്ളത് ഞാൻ ക്യൂരിയോസിറ്റിയോട് നോക്കിയിരുന്നു. ആൻഡ് ദെൻ ദിസ് ഇസ് എ വെരി ആസ് സെഡ് അഡൽട്ട് കോമഡിയാണ്. എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കണ്ടന്റ് ഡീൽ ചെയ്യുമ്പോൾ ഉള്ളൊരു റിഫൈൻമെന്റ് ഇസ് ഓൾസോ ദെയർ. അതൊരു വെറുതെ ഒരു ലേസി അഡൽട്ട് കോമഡി അല്ല. ദർ ഇസ്